ഇന്നേക്ക് മാർച്ച് 18-ാം തീയതിയായി. 5ഉം 6ഉം തീയതികളിൽ നമുക്ക് ലഭിക്കേണ്ട സ്റ്റൈപ്പൻഡ് ഇത്രയും കാലതാമസം എന്തുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം സംഭവിക്കുന്നു എന്നുള്ളതിന് അധികൃതർക്ക് യാതൊരുവിധ വിശദീകരണവുമില്ല. നിരന്തരമായി അന്വേഷിച്ച് പോകുമ്പോൾ വ്യാജമായ വാഗ്ദാനങ്ങളിൽ അവഗണിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എമർജൻസി, കാഷ്വാലിറ്റി, അത്യാഹിത വിഭാഗം, എമർജൻസി ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം, ICU എന്നീ സേവനങ്ങൾ, അത്യാവശ്യ സേവനങ്ങൾ ഒഴിച്ചുകൊണ്ട് ബാക്കി എല്ലാ വിഭാഗവും, OP ഉൾപ്പെടുന്ന എല്ലാ വിഭാഗവും ബഹിഷ്കരിച്ചുകൊണ്ട് നമ്മൾ അനിശ്ചിതകാല സമരത്തേക്ക് പോവുകയാണ്. നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ 4ഓളം ആവശ്യങ്ങളുണ്ട്. നമ്മുടെ ഉടനടി തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക്, ട്രഷറി അക്കൗണ്ടിലേക്ക് നമ്മുടെ സ്റ്റൈപ്പൻഡ് കൈമാറുകയുണ്ട് വേണം. വരും മാസങ്ങളിൽ നമ്മുടെ സ്റ്റൈപ്പൻഡ് സ്ഥിരമായി കാലതാമസം വരാണ്ട് സ്ഥിരമായി വരാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. ട്രഷറിയിൽ തന്നെ നമ്മുടെ ടയർ സിസ്റ്റമായ ഞങ്ങളുടെ PG സ്റ്റൈപ്പൻഡ് സ്റ്റുഡൻറ്റ് സ്കോളർഷിപ്പ് എന്ന രീതിയിൽ നിന്ന് ഉന്നതമായ അർഹതപ്പെട്ട വേറൊരു കാറ്റഗറിയിലോട്ട് മാറ്റണം. അതേപോലെ തന്നെ സർക്കാർ മുൻകൂട്ടി സമ്മതിച്ച സ്റ്റൈപ്പൻഡ് ഹൈക്ക്, അതിനുള്ള കാര്യങ്ങളായ നടപടികൾ എത്രയും വേഗം എടുക്കണം എന്നുള്ള അവകാശങ്ങളാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. അതെ, ഞങ്ങൾ തിങ്കളാഴ്ച മുതൽ പോകാനിരുന്നതാണ്. പക്ഷേ രോഗികളെ മാനിച്ചും അവരുടെ ചികിത്സാ ബുദ്ധിമുട്ടുകളെ മാനിച്ചിട്ടുമാണ് നമ്മൾ ഒരു ദിവസം കൂടി നമ്മൾ അധികൃതർ സമയം കൊടുത്തത്. നമ്മൾ 10-ാം തീയതി മുതൽ ഇതിനു വേണ്ടി നിരന്തരമായി പ്രവർത്തിക്കുകയാണ്. പക്ഷേ ഒരുവിധ വിശദീകരണമോ അല്ലെങ്കിൽ ഒരു രണ്ടാം തരം മനോഭാവമാണ് നമ്മളോട് കാണിക്കുന്നത്. പ്രിൻസിപ്പളുമായി ചർച്ച നടത്തിയപ്പോൾ ഇവിടുത്തെ പ്രിൻസിപ്പൽ നമുക്ക് പൂർണ്ണ പിന്തുണ തന്നിട്ടുണ്ട്. ഇവിടുന്ന് എല്ലാ പേപ്പേഴ്സും എല്ലാം സമയത്തിന് തന്നെ നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആരുടെ ഭാഗത്താണ് തെറ്റ്, എവിടെയാണ് ഈ കാലതാമസം വന്നിരിക്കുന്നത് എന്ന് ആർക്കും കറക്റ്റായിട്ട് പറയാൻ കഴിയും. എല്ലാവരും കൈമലത്തുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാത്രം, അവിടെ കൊല്ലത്തും തിരുവനന്തപുരത്തും എല്ലാ മെഡിക്കൽ കോളേജിൽ കിട്ടിയിട്ടും ഇവിടെ മാത്രം എന്തുകൊണ്ട് PG വിദ്യാർത്ഥികൾക്ക് മാത്രം ഈ സ്റ്റൈപ്പൻഡ് ഇത്രയും കാലതാമസം വന്നു എന്നുള്ള വിശദീകരണത്തിൻ്റെ കൂടി വേണ്ടിയിട്ടാണ് ഈ പ്രതിഷേധ സമരം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്നില്ല, സ്റ്റെൻറ്റുകളുടെ വിതരണം നിർത്തി വെച്ചിരിക്കുന്നു. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ PG ഡോക്ടർമാർക്ക് സ്റ്റൈപ്പൻഡ് നൽകാതിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു മനോഭാവം? നമുക്കറിയില്ല എന്തുകൊണ്ടാണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത്രയും രോഗികളും, ഏറ്റവും കൂടുതൽ രോഗികളും വരുന്നത്, അതേപോലെ ഏറ്റവും കൂടുതൽ PG വിദ്യാർത്ഥികളുമുള്ള ഇത്രയും വലിയൊരു സ്ഥാപനത്തിൽ എന്തുകൊണ്ട് ഇത് മാത്രം ഇങ്ങനെ കുറേ കാര്യങ്ങൾ തഴയപ്പെടുന്നു? ഇതിന് ഉത്തരം നൽകാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. ഇതിനെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരും ഇതിന് ഉത്തരം നൽകിയേ പറ്റൂ.